ലൈംഗിക ചൂഷണം, ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ, വധഭീഷണി, ലൈംഗിക ന്യൂനപക്ഷ വിഭാഗങ്ങളെ അപമാനിക്കൽ തുടങ്ങി ഗുരുതര സ്വഭാവമുള്ള നിരവധി പരാതികളാണ് പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മലയാളത്തിലെ പ്രധാന മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് നാളുകളായി റിപ്പോർട്ടർ TVയെ തേടിയെത്തുന്നത്. അതിൽ ചിലത് മാത്രം തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ റിപ്പോർട്ടർ ജനസമക്ഷത്തേക്ക് എത്തിച്ചത് അത് ഞങ്ങൾ പുലർത്തേണ്ട മാധ്യമധർമ്മമാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. കേരള രാഷ്ട്രീയം എക്കാലത്തും ഉയർത്തിപ്പിടിച്ച പൊതുമാന്യതയെ വെല്ലുവിളിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ രാഷ്ട്രീയ പ്രകമ്പനങ്ങൾ സ്വാഭാവികമെന്നത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കുമറിയാം. പുറത്തുവന്ന വെളിപ്പെടുത്തലുകളിൽ മറുവശമുണ്ടെങ്കിൽ അതും ജനങ്ങളിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടർ TV തന്നെ സദാ സന്നദ്ധമാണെന്നിരിക്കെ ദൂതനെ തന്നെ വെടിവെക്കുകയെന്ന നിലപാടാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിക്കുന്നത്. മേപ്പയൂരിലും പേരാമ്പ്രയിലും റിപ്പോർട്ടർ വാർത്താ സംഘത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് റിപ്പോർട്ടർ തൃശൂർ ബ്യൂറോയിലെത്തി അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാട്ടമാണ് നടത്തിയത്. റിപ്പോർട്ടർ TVക്കെതിരായ യൂത്ത് കോൺഗ്രസ് ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധമാണിപ്പോൾ പൊതുരംഗത്ത് നിന്നുയരുന്നത്. ആക്രമണത്തെ സംസ്കാരശൂന്യമായ നടപടിയെന്നാണ് പത്രപ്രവർത്തക യൂണിയൻ വിശേഷിപ്പിച്ചത്. സത്യം പുറത്തുകൊണ്ടുവന്നാൽ ആക്രമണം നടത്തുന്നതാണ് യൂത്ത് കോൺഗ്രസ് രീതിയെന്ന് മന്ത്രി V. ശിവൻകുട്ടി കുറ്റപ്പെടുത്തിയപ്പോൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് അതിന്റെ മറവിൽ ആക്രമണങ്ങൾ പുറത്തുവിടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആക്രമണം അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും വിമർശിച്ചു. ആസൂത്രിതമായ ആക്രമണങ്ങൾക്കെതിരെ റിപ്പോർട്ടർ TV സ്വീകരിച്ച നിയമ പോരാട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹനെയും തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുചന്ദ്രനെയും പോലീസ് അറസ്റ്റ് ചെയ്തതും ഇന്ന് കേരളം കണ്ടു. ഇന്ന് റിപ്പോർട്ടർ ചാനലിന്റെ തന്നെ തൃശൂർ ബ്യൂറോ ഓഫീസ് അതിനു നേരെ കടന്നാക്രമണം നടത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. അപലനീയമായ ഇത്തരം അക്രമങ്ങൾ ഒരു തുടർച്ചയായി കേരളത്തിലുടനീളം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതിലെ ക്രിമിനൽ സംഘവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഏതെല്ലാം മാധ്യമങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുകയാണ്. മാധ്യമങ്ങളോടുള്ള സമീപനത്തിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം ഒരു മാധ്യമം പറഞ്ഞാൽ ആ മാധ്യമത്തെ ആക്രമിച്ചിട്ട് ഭീഷണിപ്പെടുത്തി പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. തങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്ന എല്ലാവരെയും വകവരുത്തുക, അവരെല്ലാം ഉന്മൂലനാശം വരുത്തുക തുടങ്ങിയിട്ടുള്ള പൗരസ്വാതന്ത്ര്യത്തിൻ്റെയും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെയും നേരെ നടക്കുന്ന ഒരു കടന്നാക്രമണമാണിത്. കയ്യൂക്കിൻ്റെയും അതിക്രമത്തിൻ്റെയും വഴി ഏതെങ്കിലും രാഷ്ട്രീയ സംഘടന സ്വീകരിക്കുന്നുവെങ്കിൽ അത് തീർത്തും അങ്ങേയറ്റം അപലപനീയമായ നടപടിയാണ്. മുഖം നന്നായില്ലെങ്കിൽ കണ്ണാടി തല്ലിപ്പൊട്ടിക്കുന്നതോ കോൺഗ്രസ് നിലപാട്.